അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ്. ഇനി ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സിന്റെ ഒരു ഡൊമൈൻ സപ്പോസ് എ ബി എന്നുള്ളതാണ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഡിഫൈൻ ചെയ്ത ഡൊമൈൻ എ ബി ആണ്. ഇനി ഈ എ ബിന്റെ അകത്തുള്ള ഒരു ഇന്റീരിയർ പോയിന്റ് കൺസിഡർ ചെയ്യുക. സി എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇനി ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ എ ബി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഒരു ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ അത് 2-3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ? അതിൽ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആണ് എഫ് ഓഫ് സി എക്സിസ്റ്റ്. എഫ് ഓഫ് സി എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? അതായത് എന്താണ്? ആ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ആ ഒരു സി എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റിയിലേക്ക് ഒന്നും പോകാതെ ആ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. ആ ഒരു പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രം പോരാ, ആ ലിമിറ്റ് എന്താവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണോ ആ ഫംഗ്ഷൻ വാല്യൂം കൂടെ ആവണം, എഫ് ഓഫ് സി ആവണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇത് എവിടെ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസൾട്ടുകൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ ടെസ്റ്റിൽ 3 കണ്ടീഷൻ ആണല്ലോ. ഫസ്റ്റത്തെ എന്താണ്? എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം അറ്റ് ദാറ്റ് പോയിന്റ് സി. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വൽ ആവണം. അപ്പോഴാണ് നമ്മൾ എന്താ പറയാ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എന്തിന് ഈക്വൽ ആണോ? ആ ഒരു പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂവിനോട് കൂടി ഈക്വൽ ആവണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? അവിടെ ആ ഒരു പോയിന്റിൽ ആ ഒരു ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അപ്പൊ ഇത് ഇന്റീരിയർ പോയിന്റിലാണ്. ഇനി ബൗണ്ടറി പോയിന്റിലായിരുന്നെങ്കിലോ? നമ്മൾ ഈ കണ്ടീഷൻസിനെ എങ്ങനെ മാറ്റി എഴുതും? ബൗണ്ടറി പോയിന്റിലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻസിനെ എങ്ങനെ മാറ്റി എഴുതും ബൗണ്ടറി പോയിന്റിലാണെങ്കിൽ? ലെഫ്റ്റ് ബൗണ്ടറി ആണെന്ന് വെക്കുക. അപ്പൊ എന്താണോ? എവിടെയാണെങ്കിലും എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ലെഫ്റ്റ് ബൗണ്ടറി ആണെങ്കിലും എഫ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ്. 2 ലെഫ്റ്റ് ബൗണ്ടറി ആണെങ്കിലോ? അതായത് എ ബി എന്ന് പറയുന്നതിൽ ഈ എ എന്ന് പറയുന്ന ലെഫ്റ്റ് ബൗണ്ടറിയിൽ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണോ? എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണോ? ആ എക്സിസ്റ്റ് ചെയ്യുന്ന റൈറ്റ് ലിമിറ്റ് എന്തിനോട് ഈക്വൽ ആണോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണോ? എഫ് ഓഫ് സിക്ക് ഈക്വൽ ആണോ? ഇത് എന്താണ്? ലെഫ്റ്റ് ബൗണ്ടറിയിലുള്ള കണ്ടീഷൻ. അതുപോലെ റൈറ്റ് ബൗണ്ടറിയിലാണെങ്കിലുള്ള കണ്ടീഷൻ എന്താ വരിക? റൈറ്റ് ബൗണ്ടറിയിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ത് വരും? അവിടെയും ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് സി എക്സിസ്റ്റ് എന്ന് തന്നെയാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ത് വരും? ലെഫ്റ്റ് ലിമിറ്റ്. കാരണം ഇവിടെ ആകുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ലെഫ്റ്റ് നിന്നാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലെ ബൗണ്ടറി ആകുമ്പോൾ നമ്മൾ ലിമിറ്റ് അപ്രോച്ച് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എന്തിനോട് ഈക്വൽ ആണ്? ഫംഗ്ഷൻ വാല്യൂവിനോടും കൂടെ ഈക്വൽ ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ റൈറ്റ് സൈഡിലെ ബൗണ്ടറിയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയും. ഇതാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റിന്റെ 3 വകഭേദങ്ങൾ. അപ്പൊ കണ്ടിന്യൂറ്റി ടെസ്റ്റിലെ ഫസ്റ്റ് വൺ എന്താണ്, ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ്. സെക്കൻഡ് വൺ എന്താണ്, അതിന്റെ ലെഫ്റ്റ് ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇതിൽ ഈ കണ്ടീഷൻസ് ഒന്ന് റീറൈറ്റ് എഴുതണം എന്നേ ഉള്ളൂ. മൂന്നാമത്തെ എന്താണ്, റൈറ്റ് സൈഡ് ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. ഇത്രയാണ് ലിമിറ്റ് ഇതിൽ വരിക. ഇനി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ എന്താണ് ഇതിനെ വിളിക്കാറ്, ഈ ഒരു ഫംഗ്ഷനെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അതിനെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, y ഈക്വൽ ടു, ഇങ്ങനെയാണ് അതിന്റെ നൊട്ടേഷൻ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. എന്താണ് ഇതിന്റെ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ഇതെടുക്കുക, ഈ വാല്യൂ എടുക്കുക, ഒരു എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു റിയൽ നമ്പർ അത് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഈ എക്സിനെക്കാട്ടിലും ഈ എക്സിന്റെ കാട്ടിലും ചെറുതായിട്ടുള്ള, അതായത് ഈ എക്സിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്റിജർ ഏതാണോ അതാണ് നമുക്ക് എന്ത് വരിക, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് വരിക. അതായത് എന്താ പറയാ, ഒരു എക്സാമ്പിൾ എങ്ങനെ കൺസിഡർ ചെയ്യും, 1.5 ഇതിന്റെ ഇന്റിജർ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താ വരിക, ഈ 1.5നെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഇന്റിജർ ഏതാണ്, 1 ആണ്. 1.9 ഏതാണ് വരിക, 1.9 ഏറ്റവും ചെറുതായിട്ടുള്ള ഇന്റിജർ ഏതാണ്, 1 ആണ് വരിക. 1.1 ഏതാ വരിക, അതും 1 ആണ് വരിക. അപ്പോൾ ഇന്റിജർ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദ വാല്യൂ അറ്റ് എനി നമ്പർ എക്സ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഇന്റിജർ, തൊട്ടടുത്തുള്ള ഇന്റിജർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പാണ് ഈ കാണുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഗ്രാഫാണ് കാണുന്നത്. നിങ്ങൾ നോക്കൂ, -1ന്റെയും 1ന്റെയും ഇടക്കുള്ള, -2ന്റെയും 1ന്റെയും ഇടക്കുള്ള ഫംഗ്ഷൻ. -1 എടുക്കുക, ഇതിന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂസ് എവിടെ വരിക, ഇതിലെ ഫംഗ്ഷൻ ഏതാ വരിക, ഇതിനെക്കാട്ടിലും ഈ ഒരു വാല്യൂസിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഇന്റിജർ -2 അല്ലേ വരിക. അതായത് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഇന്റർവെല് -2 -1 ആണ്. ഈ ഇന്റർവെല്ലിന്റെ ഇടക്കുള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിലെ ചെറിയ ഇന്റിജർ ഏതാ, -2 ആണല്ലോ, കാരണം -2 കഴിഞ്ഞിട്ടാണല്ലോ -1. അപ്പൊ ഇതാണ്. അപ്പൊ -1 എത്തുന്നത് വരെ എന്ത് വരും, -2 വരും. -1ലോ, -1ലും ചെറുതിനെക്കാളും ചെറുതോ ഈക്വലോ ആയ ഇന്റിജർ ഏതാണ്, -1 ആണ്. അപ്പൊ നേരെ -1ലേക്ക് ചാടും. എന്നിട്ട് 0 ആവുന്നത് വരെ ഈ വാല്യൂ എന്താണ് വരിക, -1 തന്നെയാണ് വരിക. കാരണം -1 കഴിഞ്ഞിട്ടാണ് 0. ഈ വാല്യൂസ് ഇതിനെക്കാളും ചെറുതായിട്ടുള്ള ഇന്റിജർ എന്ന് പറയുന്നത് -1 തന്നെയാണ്. പക്ഷെ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 0നോട് ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഇന്റിജർ എന്ന് പറയുമ്പോൾ നേരെ 0ലേക്ക് ചാടും. പിന്നെ 0 മുതൽ 1 വരെ എന്താണ്, 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് ഇതിനെക്കാളും ചെറുതായിട്ടുള്ള ഇന്റിജർ ഏതാണ്, 0 തന്നെയാണ്. അപ്പൊ 0 മുതൽ 1 വരെ ഫംഗ്ഷൻ വാല്യൂ ഇതാണ് വരിക. 1ൽ എന്ത് വരും, നേരെ 1ലേക്ക് ചാടും. എന്നിട്ട് 2 വരെ ഇത് തന്നെയാണ് വരിക. 2 ആവുമ്പോൾ നേരെ 2ലേക്ക് ചാടും, ജമ്പ് ചെയ്യും. എന്നിട്ട് 2ൽ നിന്ന് എന്ത് ചെയ്യും, 3 വരെ ഇത് തന്നെ വരും. 3ൽ നിന്ന് എവിടേക്ക് ജമ്പ് ചെയ്യും, ഫംഗ്ഷൻ വാല്യൂ 3 ആവുമ്പോൾ എക്സ് വാല്യൂ 3 ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 3ലേക്ക് ജമ്പ് ചെയ്യും.
എന്നിട്ട് 4 വരെ 3 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഫംഗ്ഷൻ എക്സ് വാല്യൂ 4 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 4ലേക്ക് ചാടും. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എവിടേക്കാ? എല്ലാ ഇന്റിജറിലും എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലെ? -1 ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ഇവിടുന്ന് ഒരു ജമ്പ് വന്നു. ഇവിടുന്ന് ഈ -1ന്റെ റൈറ്റ് ലിമിറ്റ് നോക്കൂ, എന്താണ് വരിക? -1 ആണ് വരിക. ലെഫ്റ്റ് ലിമിറ്റ് നോക്കൂ, -2 ആണ് വരിക. അപ്പൊ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? എല്ലാ ഇന്റിജർ വാല്യൂസിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. എല്ലാ ഇന്റിജർ വാല്യൂസിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിന്റെ ഇടയിലുള്ള എന്താണ്? അതിന്റെ ഇടയിലുള്ള ഈ ഒരു ഓരോ ഇന്റിജേഴ്സിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതായത് ഓപ്പൺ 1 2 എടുത്തു കഴിഞ്ഞാലും ഓപ്പൺ 2 3 എടുത്തു കഴിഞ്ഞാലും ഓപ്പൺ 3 4 എടുത്താലും അതിന്റെ ഇടയിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷെ എല്ലാ ഇന്റിജേഴ്സിലും എന്താണ്? ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിന് കാരണം എന്താ? എല്ലാ ഇന്റിജേഴ്സിലും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുക്കുമ്പോൾ എന്താണ്? അത് ഈക്വൽ അല്ല, അത് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ് വരിക? ഏതൊരു പോയിന്റിലും ഒരു ഇന്റിജർ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഒരു ഇന്റിജർ n മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈക്വൽ ടു എന്ത് വരും? ഈ n എന്ന് പറയുന്ന ഇന്റിജറിനെക്കാട്ടിലും ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്? അതിനെക്കാട്ടും ചെറിയ ഇന്റിജർ ഏതാണോ അതാണ് അതിന്റെ ലിമിറ്റ് വരിക. n-1 ആണ് വരിക. അപ്പൊ ഇതില് ഈ n-1 മുതൽ n എത്തുന്നത് വരെ ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരിക? n-1 തന്നെയാണ് വരിക. ഇനി റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴോ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു n പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എന്താണ് വരിക? റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കൂ. n ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വാല്യൂ എവിടേക്ക് ചാടും? n-ലേക്ക് ചാടും. എന്നിട്ട് n+1 ആവുന്നത് വരെ n തന്നെയാണ് ഫംഗ്ഷൻ വാല്യൂ. അപ്പൊ റൈറ്റിൽ നിന്ന് നമ്മൾ n-ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരിക? n ആണ് വരിക. അപ്പൊ ഇതാണ് എന്ത്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ n-ന് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ n-1 കിട്ടും. ലിമിറ്റ് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് n തന്നെ കിട്ടും. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഈ ഫംഗ്ഷൻ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതെന്താണ്? നോട്ട് ഈക്വൽ ടു n ആണ്. അതായത് എന്താണ്? ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് എന്താണ്? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തല്ല? ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല. പക്ഷെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ n-നോട് ഈക്വൽ ആണ്. അതായത് റൈറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താണ്? ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല, റൈറ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി ഇന്റിജർ അല്ലാത്ത പോയിന്റിലോ? നിങ്ങൾ ഇന്റിജർ അല്ലാത്ത ഏത് പോയിന്റ് എടുത്ത് നോക്കൂ. 1.7 എന്താ വരിക? 1.7 ആണ് വരിക. സോറി 1.7 അല്ല, 1.7 ഈക്വൽ ടു 1 കിട്ടും. അപ്പൊ എന്താണ്? ഇന്റിജറിൽ ഒഴിച്ച് ബാക്കി എവിടെ എടുത്തു കഴിഞ്ഞാലും എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ 3.5 എടുക്കുക. 3.5 x ഈക്വൽ ടു 3.5. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3.5 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3.5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഫംഗ്ഷൻ. അതായത് 3.5നെക്കാളും ചെറുതായിട്ടുള്ള ഇന്റിജർ 3 വരും. ഇനി ഇതിന്റെ റൈറ്റ് ലിമിറ്റ് എടുത്ത് നോക്കിയാൽ ലിമിറ്റ് 3.5 എക്സ് ടെൻസ് ടു 3.5 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3.5ലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ഫംഗ്ഷൻ വരിക? 3 തന്നെയാണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. ഫംഗ്ഷൻ വാല്യൂം അതിനോട് ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ഇന്റിജറിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് അതിനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഫോർ n-1 ലെസ് ദാൻ c ലെസ് ദാൻ n ആണെങ്കിൽ എന്താണ്? ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു c ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈക്വൽ ടു എന്താണ്? n-1 ആണ്. അത് തന്നെയാണ് ഫംഗ്ഷൻ വാല്യൂ സിയും വരിക. c എന്ന് പറയുന്നതിലെ ഫംഗ്ഷൻ വാല്യൂ n-1 എന്ന് വരും. അപ്പൊ ഇത്രയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് ചില ഫംഗ്ഷൻസ്, ഇതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ നിങ്ങൾ. ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ?
ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ. ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ? ഇതിൽ നിന്ന് റൈറ്റ് ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റ് നോക്കുക, റൈറ്റ് ലിമിറ്റ് നോക്കുക, രണ്ടും 1ലേക്കാണ് വരുന്നത്. അറ്റ് എക്സ് ഈക്വൽ ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും 1 ആണ്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും 1 ആണ്. ആ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ സെക്കൻഡ് ഫംഗ്ഷനോ? ഇത് നിങ്ങൾ നോക്കൂ, ഇത് കണ്ടിന്യൂസ് ആണോ? എന്താണ് ഈ ഫംഗ്ഷൻ വരുന്നത്? 0 എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ അല്ലെ, ഇഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരിക? ഈ ഒരു പോയിന്റ്സ് ആണ് വരിക. ഇനി എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരിക? 0ക്ക് ശേഷമുള്ള ഈ ഒരു ലൈനിലെ പോയിന്റ്സ് ആണ് വരിക. പിന്നെ എക്സ് ഈക്വൽ ടു 0 ആവുമ്പോഴോ? ഈക്വൽ ടു 0 ആണെങ്കിലോ ഡിഫൈൻഡ് അല്ല. നോക്കൂ, നിങ്ങൾ എവിടെയില്ല. അപ്പൊ എന്താണ്? ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഈ ഒരു രണ്ടാമത്തെ കേസിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കൂ നിങ്ങൾ. ഇതിന്റെ പ്രത്യേകത എന്താ? നേരത്തെ അതേ പോലെ തന്നെ, പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. ഇതും എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ വാല്യൂ വരിക. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ 1ന് ശേഷം ഉള്ളതാണ് വരിക. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴോ ഫംഗ്ഷൻ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണ്. അറ്റ് ഈ ഒരു കേസിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തല്ല? കണ്ടിന്യൂസ് അല്ല, കാരണം ഇവിടെ നിന്ന് ഒരു ജമ്പ് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തത് നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? 0 വരെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 1 ആണ്. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി വന്നു. ഇനി ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x² ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x². എന്താണ് അതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 1/x² എന്നുള്ള സ്ഥാനത്ത് എന്താണ്? കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. നിങ്ങൾക്ക് ഗ്രാഫ് കണ്ടത് എവിടേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ പോയിന്റിൽ എന്താണെന്ന് നമുക്കറിയാം? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഈ ഒരു കേസിലോ നിങ്ങൾ നോക്കൂ. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ്, ഈ ഒരു കേസിൽ ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ എന്താവും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. റൈറ്റ് ലിമിറ്റും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ കേസിലോ സൈൻ 1/x എന്ന് പറയുന്ന ഗ്രാഫ്, ഇത് ഓസിലേറ്റിംഗ് ഗ്രാഫാണ്. ഇത് നോക്കൂ, 0 അടുക്കും തോറും ഇതിന്റെ ഓസിലേഷൻ എന്താണ്? ഭയങ്കര ഫ്ലക്സ് ഇതാണ് വരുന്നത് അല്ലെ. ഇതിന്റെ അടുത്ത പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ ഇവിടെയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തത്ര ഡെൻസ് ആയിട്ടുള്ള ഓസിലേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ലിമിറ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പോയിന്റിൽ ലിമിറ്റ് ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത പോയിന്റിൽ ലിമിറ്റ് ഇവിടെ ആയിരിക്കും, തൊട്ടടുത്ത പോയിന്റിൽ ലിമിറ്റ് മുകളിലായിരിക്കും. അപ്പൊ എന്താണ്? ഇതിലെ ഒരു ഫംഗ്ഷൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടില്ല. ഓസിലേറ്റിംഗ് ആണ്, നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഈ എക്സ് ഈക്വൽ ടു 0 എന്താണ്? ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിളുകളിൽ ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഇത് ഇവിടെ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും എക്സാമ്പിളിലോ കണ്ടിന്യൂസ് അല്ല, ഒരു പോയിന്റിൽ മാത്രം പ്രശ്നം വന്നു. അപ്പൊ ഈ രണ്ട് സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാം. എങ്ങനെയാ റിമൂവ് ചെയ്യാം? ഇപ്പൊ ഈ സെക്കൻഡ് കേസിൽ നോക്കുക. നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മൾ ഇതിന് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഈ ഒരു പാർട്ടാണ് വരുന്നത് അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ ഒരു പാർട്ടാണ്. എക്സ് 0 മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ 0 ഫംഗ്ഷൻ വാല്യൂ എന്താവും? 1 ആവും.
അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയല്ലോ. അപ്പൊ ഈ ഒരു കണ്ടിന്യൂറ്റിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സീറോയില് ഫംഗ്ഷൻ വാല്യൂ 2 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ 2നെ ഒന്ന് മാറ്റിയിട്ട് 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കേസിൽ ഇതുപോലെ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റികളാണ് നമ്മൾ എന്ത് പറയാ, റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. നമുക്ക് ഫംഗ്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്കണ്ടിന്യൂറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ ഡിസ്കണ്ടിന്യൂറ്റിന്റെ പ്രത്യേകത നോക്കൂ. ഈ സീറോയിലെത്തുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന ഒരു ജമ്പാണ് വരുന്നത്. അപ്പൊ ഇതുപോലെ വരുന്ന അതുപോലെ ഈ ഒരു ഫംഗ്ഷനിലും നമ്മൾ കണ്ടു. ഏതാണ്? സ്റ്റെപ്പ് ഫംഗ്ഷനിൽ, സോറി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനിൽ ഇവിടെയും ഓരോ ഇന്റിജറിലും നമുക്കൊരു ജമ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസ്കണ്ടിന്യൂറ്റിനെ പറയുന്ന പേരാണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത്. ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി, JUMP, ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? സീറോയിൽ എന്താണ്, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലെ? അതിന്റെ ലിമിറ്റ് എവിടേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതിനെ നമ്മൾ എന്താണ് പറയാ, ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഈ ടൈപ്പ് വരുന്ന ഡിസ്കണ്ടിന്യൂറ്റിനാണ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി എന്ത് കാരണമാണ് വരുന്നത്? ഈ ഒരു ഫംഗ്ഷന്റെ ഓസിലേറ്റിംഗ് നേച്ചർ കാരണമാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓസിലേറ്റിംഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് വിളിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക.